കോൺഗ്രസ് തനിക്ക് തന്നിരിക്കുന്ന സുവർണ അവസരമെന്നാണ് നെടുമങ്ങാട് UDF സ്ഥാനാർത്ഥി മീനാങ്കൽ കുമാർ പറയുന്നത്. CPIയിലെ അഴിമതിക്കും ഏകാധിപത്യ ശൈലിക്കുമെതിരെ പോരാടി പുറത്തു വന്ന തനിക്ക് ജനങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം ന്യൂസ് 8 പറഞ്ഞു. നെടുമങ്ങാട് UDFിൻ്റെ സ്ഥാനാർത്ഥിയാകുന്ന മീനാങ്കൽ കുമാർ എന്നോടൊപ്പം ചേരുകയാണ്. കോൺഗ്രസ് ക്യാമ്പ് വലിയ ആകാംക്ഷയോടെ നോക്കിക്കണ്ടതാണ് ആരാകും നെടുമങ്ങാട് സ്ഥാനാർത്ഥി എന്ന്. കോൺഗ്രസിൻ്റെ യുവമുഖങ്ങളടക്കം പല പേരുകൾ പരിഗണിക്കപ്പെട്ടു. ഒടുവിൽ താങ്കൾക്ക് നറുക്ക് വരികയായിരുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ സ്ഥാനാർത്ഥിത്വത്തെ? കോൺഗ്രസ് പാർട്ടി വലിയ പരിഗണനയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ നൽകിയിരിക്കുന്നത്. CPIയിൽ ശ്വാസം മുട്ടി കൊന്ന വലിയൊരു വിഭാഗം ജനത്തിൻ്റെ ശബ്ദമായി അവർക്കൊരു വേദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയിരിക്കുകയാണ്. CPIയുടെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരായി, അതുപോലെ തന്നെ അഴിമതിക്കെതിരായും അധികാര മതത്തിനെതിരായും നടത്തിയ ആ പോരാട്ടത്തിലൂടെയാണ് എനിക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. അതുകൊണ്ട് തീർച്ചയായും നെടുമങ്ങാടിൻ്റെ ജനങ്ങളുമായി എനിക്ക് ദീർഘകാലത്തെ ബന്ധമാണുള്ളത്. നീണ്ട 25 വർഷക്കാലത്തെ യുവജന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ആരംഭിച്ച 1.5 പതിറ്റാണ്ട് കാലത്തെ തൊഴിലാളി പ്രവർത്തനങ്ങളും അതുപോലെ ജനകീയ വിഷയങ്ങളിലുള്ള കഴിഞ്ഞ കാലത്തെ ഇടപെടലുകളും തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ എനിക്ക് നെടുമങ്ങാടിൻ്റെ ജനങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസമാണ്. വർഷങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന GR മന്ത്രി കൂടിയായ GR അനിലാണ് മത്സരിക്കാനായി എതിർ സ്ഥാനത്തുള്ളത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ മത്സരം തീർച്ചയായും ഉൾപാർട്ടി ജനാധിപത്യത്തിനും വേണ്ടി വാദിച്ച എന്നെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പിന്തുണയായിരിക്കും എനിക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒരു പിന്തുണയായിരിക്കും എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ പോകുന്നത്. അതുപോലെ ഏകപക്ഷീയ നിലപാടുകൾക്കും അടിത്തട്ടിൽ ഉള്ള ജനങ്ങളെ അവഗണിക്കുന്നതിന് എതിരായിട്ടുള്ള എൻ്റെ നിലപാടുകൾക്കുള്ള ഉറച്ച പിന്തുണയായി നെടുമങ്ങാടിൻ്റെ ജനത ഈ തെരഞ്ഞെടുപ്പിൽ എന്നോടൊപ്പം നിൽക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഈ പ്രാദേശികമായി ഈ സ്ഥാനാർത്ഥിത്വം കാംക്ഷിച്ചിരുന്ന പല കോൺഗ്രസ് നേതാക്കളും, അപ്പോൾ അവരുടെയൊക്കെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്ര വരെ കഴിഞ്ഞിട്ടുണ്ട്? തീർച്ചയായും എല്ലാവരുമായി സംസാരിക്കുകയാണ്. അവരെല്ലാം നല്ല പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ, ഈ പോരാട്ടത്തിൽ, ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നങ്ങളെല്ലാം വരുന്ന ദിവസങ്ങളിൽ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. എല്ലാ ആശംസകളും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.